അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു മനസ്സിലൊരു സന്തോഷമുണ്ടാകും. കാരണം അത്രയ്ക്കും നിങ്ങൾ കഷ്ടപ്പെടുകയും അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുകയും അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഈ നക്ഷത്രക്കാർ. അങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ തിരിച്ച് അവരിൽ നിന്നും നിങ്ങളോടുള്ള ആ ഒരു സ്നേഹവും നിങ്ങളോടുള്ള അനുസരണയും അവരുടെ ജീവിതത്തിലെ ഉയർച്ചയും എല്ലാം കണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. അസാധാരണമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നിസ്സാരമായി ചെയ്തു തീർക്കുവാൻ സാധിക്കും. മറ്റുള്ളവർ പറയും നിന്നെക്കൊണ്ട് സാധിക്കുകയില്ല, നീ അത് ചെയ്യരുത്, നിന്നെക്കൊണ്ട് പറ്റാത്ത കാര്യമാണ്, ചിലപ്പോൾ നീ തോറ്റുപോകും, പരാജയപ്പെട്ടു പോകുമെന്നെല്ലാം. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പണം നിക്ഷേപിച്ച് വസ്തുവോ അല്ലെങ്കിൽ വീടോ വാങ്ങുവാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ വളരെ അധികം ശ്രദ്ധയോടു കൂടി കൈകാര്യം ചെയ്യുക. നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളെ വഞ്ചിക്കുവാൻ സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തി ആരാണോ അയാൾ ആരുമാകാം, നമ്മുടെ ബന്ധുക്കളാകാം, സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ ഈ ഒരു വസ്തു വാങ്ങുവാനോ ഒരു വീട് വാങ്ങുവാനോ അല്ലെങ്കിൽ വീട് വയ്ക്കുവാനോ വേണ്ടി പരിചയപ്പെടുന്ന വ്യക്തികളാകാം. നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളെ വഞ്ചിക്കുവാൻ സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധാപൂർവം മാത്രം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. കാരണം വളരെയധികം കഷ്ടപ്പെട്ട് ജീവിതത്തിലെ ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങുക അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് വയ്ക്കുക എന്നുള്ളത്. ജീവിതത്തിന് ഒരു ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് അത് ലോണുകളും എല്ലാം എടുത്ത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടാൽ നമുക്കത് മാനസികപരമായി ഒരുപാട് ദുഃഖം വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. ആര് പറയുന്നതിലും വിശ്വസിച്ച് വീണു പോകരുത്. കൃത്യമായ രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രം ഈ കാര്യങ്ങൾ ചെയ്യുക. ദീർഘകാലമായി നിങ്ങൾ സൂക്ഷിച്ചിരുന്ന പല രേഖകളും, അതായത് നിങ്ങളുടെ ഓഫീസ് സംബന്ധമായിട്ടോ ബിസിനസ് സംബന്ധമായിട്ടുള്ള സൂക്ഷിച്ച രേഖകൾ കളഞ്ഞു പോകാനോ മോഷണം പോകാനോ സാധ്യതയുണ്ട്. ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. ഗുരുക്കന്മാരുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ്. മുതിർന്ന വ്യക്തികളുടെയും അല്ലെങ്കിൽ നമ്മുടെ പിതൃക്കന്മാരുടെയും അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെയും എല്ലാം അനുഗ്രഹം കൂടെ ഉണ്ടാകുകയും നമുക്ക് നേട്ടമുണ്ടാകുകയും ചെയ്യും. പണമിടപാടുകൾ നടത്തുമ്പോൾ കൃത്യത പാലിക്കുവാൻ കഴിയാതെ വരുവാൻ ഒരു സാധ്യതയുണ്ട്. അതും വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് നമുക്ക് ചെയ്യുവാൻ പറ്റാത്ത ഒരു സമയമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്